Welcome back to Learner's Hub. Self-belief and hard work will earn you success. അതെ, നമ്മുടെ സ്വയമേയുള്ള വിശ്വാസവും അതോടൊപ്പം തന്നെ നമ്മുടെ കഠിനാധ്വാനവും കൂടെ കൂടിച്ചേർന്നാൽ വിജയം തീർച്ചയായും കൈവരിക്കാൻ സാധിക്കും. അപ്പം നമുക്ക് വിജയത്തിലേക്ക് നീങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിലും അതിന് മുന്നിലത്തെ ക്ലാസ്സിലുമായിട്ട് നമ്മൾ ലേണിംഗ് തിയറീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ബിഹേവിയറിസ്റ്റ് തിയറി അതുപോലെ തന്നെ കോഗ്നിറ്റീവ് തിയറി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സോഷ്യൽ ലേണിംഗ് തിയറിയാണ്. സോഷ്യൽ ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ലേണിംഗ് തിയറിയുമായിട്ട് നമ്മുടെ സോഷ്യൽ ഇൻട്രാക്ഷൻസും അതുപോലെ തന്നെ നമ്മുടെ കൾച്ചറും ഒക്കെ ഇൻ്റർ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു തിയറിയാണ് ഈ പറഞ്ഞ സോഷ്യൽ ലേണിംഗ് തിയറി. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഷ്യൽ ലേണിംഗ് തിയറിയെ കുറിച്ചാണെന്ന്. അപ്പം നിങ്ങളുടെ അടുത്ത് കുറച്ച് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ ചലഞ്ച് ഫേസ് ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ നിങ്ങൾക്കുള്ള ചലഞ്ച് ഇതാ ഇവിടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ് ഡിസൈൻ ചെയ്തത് ആര്? ക്രൗഡർ, ബന്ദൂര, ഹാൾ, ബ്ലൂം. ആരാണ്? അടുത്തത്, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ഡെവലപ്പ് ചെയ്തത് ആര്? ക്രൗഡർ, ബന്ദൂര, ഹാൾ, വൈഗോട്സ്കി. മൂന്നാമത്തെ ചോദ്യം, വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ നമ്മുടെ ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ത്? പ്രാക്ടീസ് ആണോ, ഡ്രില്ലാണോ, ഹെറിഡിറ്റി ആണോ, സോഷ്യൽ ഇൻട്രാക്ഷൻ ആണോ? അടുത്ത ചോദ്യം, പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യൽ ലേണിംഗ് തിയറി എന്താണ്? വിക്കേരിയസ് റീഇൻഫോഴ്സ്മെൻറ്റ്, പ്രാക്ടീസ്, പണിഷ്മെൻറ്റ്, സോഷ്യൽ ഇൻട്രാക്ഷൻ. അഞ്ചാമത്തെ ചോദ്യം, ZPDയുടെ ഫുൾ ഫോം എന്ത്? ഓക്കെ, 5 ചോദ്യങ്ങൾ. ടപ്പയെന്ന് എല്ലാവരും ആൻസർ ചെയ്തോളൂ. നോക്കട്ടെ ആരൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന്. സോ ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. മറ്റൊന്നുമല്ല, നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്ന ഒപ്പം ലെക്ചർ നോട്ടുകൂടെ പ്രിപ്പയർ ചെയ്ത് പോകണം. ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പം നമ്മുടെ ഹാൻഡും ബ്രെയിനും ഒരേ സമയത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ജസ്റ്റ് ഈ ക്ലാസ് കേട്ടുകൊണ്ട് മാത്രം ഇരിക്കുമ്പം ചിലപ്പോൾ നമ്മുടെ കോൺസെൻട്രേഷനൊക്കെ മാറിപ്പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതേസമയം ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ നോട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് PDF ആയിട്ട് അവൈലബിൾ ആണ്. എന്നാലും ക്ലാസ് കേൾക്കുന്ന ഒപ്പം തന്നെ നോട്ട് ചെയ്ത് കാര്യങ്ങൾ പോകണം. ഇത് റെക്കോർഡഡ് ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പോസ് ചെയ്ത് ബാക്ക് പോവുകയൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് കൂടാതെ അഡീഷണൽ ആയിട്ടുള്ള പോയിൻറ്റ്സ് ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു പോകാറുണ്ട്. അപ്പോൾ ആ പോയിൻറ്റും കൂടി നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്തിരിക്കണം. ഓക്കെ, സോ നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എന്താണെന്ന് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. സോ സോഷ്യൽ ലേണിംഗ് തിയറി, ഇതിൻ്റെ അകത്ത് ബന്ദൂരയുടെയും വാൾട്ടറിൻ്റെയും സോഷ്യൽ ലേണിംഗ് തിയറി അതുപോലെ തന്നെ വൈഗോട്സ്കിയുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസവും നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് സോഷ്യൽ ലേണിംഗ് തിയറി ഓഫ് ബന്ദൂര ആൻഡ് വാൾട്ടർ. ബന്ദൂര ആൻഡ് വാൾട്ടറാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് ഹെഡിങ് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. സോഷ്യൽ ലേണിംഗ് തിയറി ആരുടേതാണ്? ബന്ദൂര ആൻഡ് വാൾട്ടർ. മെയിനായിട്ട് ബന്ദൂരയാണ് ഫോക്കസ് ചെയ്യുന്നത്, ആൽബർട്ട് ബന്ദൂര. എങ്കിലും വോൾട്ടർ എന്നൊരു ഓപ്ഷനാണ്, ബന്ദൂര ഇല്ല, വോൾട്ടർ എന്നൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് ക്വസ്റ്റിന് കിട്ടുന്നതെങ്കിൽ മാർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം. ഓക്കെ, ഇനി ആൽബർട്ട് ബന്ദൂരയും റിച്ചാർഡ് വാൾട്ടറും കൂടെ എഴുതിയിരിക്കുന്ന ബുക്കിൻ്റെ പേരാണ് സോഷ്യൽ ലേണിംഗ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. ഓക്കെ, സോഷ്യൽ ലേണിംഗ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന ബുക്ക് എഴുതിയിരിക്കുന്നത് ബന്ദൂരയും വാൾട്ടറും കൂടെ ചേർന്നാണ്. ഇവരുടെ തിയറിയുടെ പേര് തന്നെ സോഷ്യൽ ലേണിംഗ് തിയറി എന്നാണ്. ബന്ദൂര ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഒബ്സർവേഷണൽ ലേണിംഗ് അല്ലെങ്കിൽ മോഡലിംഗ്. അതായത് എന്താ, മറ്റൊരാളെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് മറ്റൊരാളെ മാതൃകയാക്കിക്കൊണ്ട് അയാളുടെ പ്രവർത്തികളും കാര്യങ്ങളും ഒക്കെ വെച്ച് കുട്ടി, അതായത് ഉദാഹരണത്തിന് അധ്യാപികയാകാം, മാതാപിതാക്കളാകാം, മറ്റു മുതിർന്നവരാകാം, ആരും ആയിക്കോട്ടെ, മറ്റൊരാളിൽ നിന്ന് അവരെ കണ്ട് കാര്യങ്ങൾ പഠിക്കുന്നു, മോഡൽ ചെയ്യുന്നു, ഇമിറ്റേറ്റ് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുന്നു. ആ രീതിയിലുള്ള പഠനം നമുക്ക് മുന്നോട്ട് വെച്ച് തന്നത് ആരാണ്? ബന്ദൂരയാണ്. വാൾട്ടറില്ല, ബന്ദൂരയാണ്. മാറിപ്പോവരുത്. ഒബ്സർവേഷണൽ ലേണിംഗ് ബന്ദൂര. സോഷ്യൽ ലേണിംഗ് തിയറി ചോദിക്കുകയാണെങ്കിൽ ബന്ദൂരയും വാൾട്ടറും ഉണ്ട്. ബുക്ക് എഴുതിയിരിക്കുന്നത് 2 പേരോട് ചേർന്നാണ്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒബ്സർവേഷണൽ ലേണിംഗ്, അതായത് പ്യൂപ്പിൾ കോപ്പി ടീച്ചേഴ്സ് ബിഹേവിയർ. കുട്ടികൾ ടീച്ചേഴ്സിനെ മാതൃകയാക്കുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. മോഡലിംഗ് ആണ്, ഇമിറ്റേഷൻ ആണ്. ഒരാളെ അതേപടി കോപ്പി ചെയ്യാനായിട്ട് നോക്കുകയാണ്. കുട്ടികൾക്ക് ടീച്ചറിൻ്റെ പ്രവർത്തികളോ, ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ പറയില്ലേ, ക്ലാസ്സിൽ ഒരു ടീച്ചർ പോകുമ്പോൾ നമ്മുടെ ഡ്രസ്സിങ്, നമ്മുടെ നെയിൽസ്, ഹെയർ സ്റ്റൈൽ എല്ലാം നമ്മൾ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കണം എന്ന രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് ആണല്ലോ നമുക്ക് നമ്മുടെ
ലെക്ചേഴ്സ് തന്നുകൊണ്ടിരുന്നത്, ടീച്ചേഴ്സ് തന്നുകൊണ്ടിരുന്നത്. അതായത് കുട്ടികൾ എപ്പോഴും അവർക്ക് അട്രാക്റ്റീവായിട്ടുള്ള മോഡൽസിനെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കും. ടീച്ചേഴ്സിൻ്റെ ബിഹേവിയേഴ്സ് മാക്സിമം കോപ്പി ചെയ്യാനാണ് സ്റ്റുഡൻസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം ഏതുമായിട്ട് റിലേറ്റഡ് ആണ്? അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പോലെ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് ഓരോ സിറ്റുവേഷൻസ് ഒക്കെ തന്നിട്ട് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള തിയറി ഏതാണ്, അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള തിയറി സജസ്റ്റ് ചെയ്തത് ആരാണ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. ഒരു ടീച്ചർ ക്ലാസ് റൂമിൽ ചെന്ന് നിന്ന് ടീച്ചറിൻ്റെ അപ്പിയറൻസ് ഒക്കെ കുട്ടി അതേപടി ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഇങ്ങനെയുള്ള രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ തന്നിട്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറി ഏതാണെന്ന് ചോദിച്ചാൽ ഉടനെ ഓർത്തോണം സോഷ്യൽ ലേണിംഗ് തിയറിയാണ്. അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒബ്സർവേഷണൽ ലേണിംഗ് ആണ്, കണ്ടുപഠിക്കുകയാണ്, ഇമിറ്റേറ്റ് ചെയ്യാണ്, മോഡലിംഗ് ആണ്. അപ്പോൾ ഇത് സജസ്റ്റ് ചെയ്ത ആരാണ്? ബന്ദൂര ഇല്ലെങ്കിൽ വാൾട്ടർ, ഉറപ്പിച്ചോളുക. ഓക്കെ, ഇനി ഈ സോഷ്യൽ ലേണിംഗ് തിയറിയുടെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡയറക്റ്റ് റീഇൻഫോഴ്സ്മെൻറ്റ്, വിഗേറിയസ് റീഇൻഫോഴ്സ്മെൻറ്റ്, സെൽഫ് അഡ്മിനിസ്റ്റേർഡ് റീഇൻഫോഴ്സ്മെൻറ്റ്. എന്താണ് ഡയറക്റ്റ് റീഇൻഫോഴ്സ്മെൻറ്റ്? നമുക്ക് നോക്കാം. ഡയറക്റ്റ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടി എന്തെങ്കിലും ഒരു ടാസ്ക്, അതായത് ടീച്ചർ കൊടുത്തിരിക്കുന്നതോ ഹോംവർക്ക് ആയിക്കോട്ടെ മറ്റെന്തെങ്കിലും ടാസ്ക് ആയിക്കോട്ടെ, അങ്ങനെ ഒരു ടാസ്ക് അവൻ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പം, അതായത് നമ്മൾ പ്രാക്ടിക്കലി പറയുമ്പം അവനത് കംപ്ലീറ്റ് ചെയ്യാൻ ചിലപ്പോൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല, അതിനൊരു അറ്റംപ്റ്റ് നടത്തിയിട്ടെങ്കിലും ഉണ്ടെങ്കിൽ അവന് തക്കതായിട്ടുള്ള റിവാർഡ്, റീഇൻഫോഴ്സ്മെൻറ്റ്, ചിലപ്പോൾ നമ്മുടെ നല്ല വാക്കുകളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റുകളായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് ഡയറക്റ്റായിട്ട് റീഇൻഫോഴ്സ് ചെയ്യുന്നു. ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നു, ഉടനെ തന്നെ നമ്മൾ അതിനുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക എന്നാണ് ആര് പറയുന്നത്? ബന്ദൂരയും വാൾട്ടറും പറയുന്നത്. അതിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡയറക്റ്റ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. നമ്മൾ ജസ്റ്റ് ഇവിടെ നമുക്ക് വേണ്ടത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ ലേണിംഗ് തിയറി ഏതാണ്? ഡയറക്റ്റ് റീഇൻഫോഴ്സ്മെൻറ്റ്, വിഗേറിയസ് റീഇൻഫോഴ്സ്മെൻറ്റ്, സെൽഫ് അഡ്മിനിസ്ട്രേറ്റഡ് റീഇൻഫോഴ്സ്മെൻറ്റ്. എന്നാൽ സിറ്റുവേഷൻസ് വെച്ച് ചോദിച്ചാൽ, ഓരോ സിറ്റുവേഷൻ, ടീച്ചർ ക്ലാസ് റൂമിൽ ഒരു ടാസ്ക് പെർഫോം ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു, കുട്ടി അത് പെർഫെക്റ്റ് ആയിട്ട് പെർഫോം ചെയ്തു, ദെൻ ടീച്ചർ കുട്ടിക്ക് റിവാർഡ് കൊടുത്തു. അപ്പോൾ ഇവിടെ ഈ സിറ്റുവേഷനായിട്ട് മാച്ച് ചെയ്യുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഓപ്ഷൻസിൽ ഡയറക്റ്റ് റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടെങ്കിൽ എടുത്ത് അന്നേരം തന്നെ അത് മാർക്ക് ചെയ്തോളുക. ഇനി അതല്ല സോഷ്യൽ ലേണിംഗ് തിയറിയാണ് കിടക്കുന്നതെങ്കിൽ അത് മാർക്ക് ചെയ്തോളുക. അല്ലെങ്കിൽ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറിസ്റ്റ് ആരാണ്? ബന്ദൂരയും വാൾട്ടറും. അങ്ങനെ സിറ്റുവേഷൻ വെച്ച് ക്വസ്റ്റ്യൻസ് വരാം. അപ്പം നമ്മൾ പക്ക പെർഫെക്റ്റ് ആയിരിക്കണം. ഈ പ്രിൻസിപ്പിൾസ് ഏത് തിയറിയുടേതാണ്, ഈ തിയറി ഏത് തിയറിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് അറിയായിരിക്കണം. ഈ പ്രിൻസിപ്പിൾസിൻ്റെ മീനിങ് എന്താണെന്ന് അറിയായിരിക്കണം. സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കാനായിട്ട്. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഈ പ്രിൻസിപ്പിൾസ് ഏതാണെന്ന് നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും ഫേസ് ചെയ്യാനായിട്ട് നമ്മൾ റെഡി ആയിരിക്കണം. ഡയറക്റ്റ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് ഡയറക്റ്റായിട്ട് അന്നേരം തന്നെ അതിനുള്ള റിവാർഡ് കൊടുക്കുന്നു. അടുത്ത വിഗേറിയസ് റീഇൻഫോഴ്സ്മെൻറ്റ്. വിഗേറിയസ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് വെച്ചാൽ മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കുന്നു, മറ്റൊരാളെ മാതൃകയാക്കുന്നു. അതാണ് വിഗേറിയസ് റീഇൻഫോഴ്സ്മെൻറ്റ്. ലേണിംഗ് ഫ്രം അതേഴ്സ് സക്സസ് ഓർ ഫെയിലിയർ. ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സക്സസ്സിൽ നിന്നോ ഫെയിലിയറിൽ നിന്നോ നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നു. ഒരു കുട്ടിക്ക് ക്ലാസ് റൂമിൽ ടീച്ചർ ഒരു ടാസ്ക് കൊടുത്തു, അവനത് നന്നായി പെർഫോം ചെയ്തു, ഉടനെ റിവാർഡ് കിട്ടി. അതായത് അവിടെ ഡയറക്റ്റ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തു. അത് കണ്ട് മറ്റൊരു കുട്ടിക്ക് ഒരു മോട്ടിവേഷനായി. അതായത് ഇങ്ങനെ ഞാനും ചെയ്യുകയാണെങ്കിൽ ടീച്ചർ തീർച്ചയായും എനിക്കും റിവാർഡ് തരും, അല്ല അവൻ ചെയ്ത തെറ്റ് ഞാൻ ആവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും ടീച്ചർ എന്നെയും വഴക്ക് പറയും എന്നിങ്ങനെ മറ്റൊരാളുടെ ജീവിതത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനെയാണ് വിഗേറിയസ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്തത് സെൽഫ് അഡ്മിനിസ്ട്രേർഡ് റീഇൻഫോഴ്സ്മെൻറ്റ്. സെൽഫ് അഡ്മിനിസ്ട്രേർഡ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ തന്നെ, അതായത് നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രാവർത്തികമാണെന്നാലും കുട്ടികളെ ബേസ് ചെയ്ത് പറയുമ്പോൾ കുട്ടി സ്വയമായിട്ട് ചില തീരുമാനങ്ങൾ എടുക്കും. നമുക്ക് കാണാം എക്സാമിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ ചില കുട്ടികൾ വാട്സാപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുന്നു, ഫേസ്ബുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യുന്നു, അങ്ങനെ ചില കാര്യങ്ങൾ. എന്നിട്ട് അവർ എടുക്കുന്ന ഡിസിഷൻ എന്താ? എക്സാം കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ ഞാനിനി ഇത് ഇൻസ്റ്റാൾ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഓരോ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന നമ്മൾ കാണത്തില്ലേ. അതായത് അതൊരു സെൽഫ് അഡ്മിനിസ്ട്രേർഡ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷമേ ഇത് ചെയ്യൂ, അല്ലെങ്കിൽ എക്സാമിന് ഇത്ര മാർക്ക് കിട്ടിയാൽ മാത്രമേ ഞാൻ മൂവിക്ക് പോകുന്നുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഈ ഡ്രസ്സ് എടുക്കുന്നുള്ളൂ. അതായത് നമ്മൾ തന്നെ നമുക്കൊരു മോട്ടിവേഷൻ കൊടുക്കുകയാണ്. ഇന്നത് നേടിയെടുത്താൽ ഇന്ന കാര്യം എനിക്ക് തന്നെ സാധിച്ചു തരും
എന്ന രീതിയിലുള്ള മോട്ടിവേഷൻസ് ആണ് സെൽഫ് അഡ്മിനിസ്ട്രേർഡ് റീഇൻഫോഴ്സ്മെൻറ്റ്. പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റീഇൻഫോഴ്സ്മെൻറ്റ്, വിഗേറിയസ് റീഇൻഫോഴ്സ്മെൻറ്റ്, സെൽഫ് അഡ്മിനിസ്ട്രേർഡ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, ഇനി ഈ സോഷ്യൽ ലേണിംഗ് തിയറിയുടെ സ്റ്റേജസ്, അതായത് സോഷ്യൽ ലേണിംഗ് തിയറിയിൽ എന്താ, നമ്മൾ സൊസൈറ്റിയിൽ നിന്നും കൾച്ചറിൽ നിന്നും കാര്യങ്ങൾ പഠിക്കുകയാണ് ചെയ്യുന്നത്, മറ്റൊരാളെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് ഒബ്സർവേഷണൽ ലേണിംഗ് ആണ് നടത്തുന്നത്. അപ്പോൾ അതിന് സ്റ്റേജസ് ഉണ്ടല്ലോ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണല്ലോ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അക്വിസിഷൻ സ്റ്റേജ് ആണ്. അക്വിസിഷൻ സ്റ്റേജിനെ നമുക്കല്ലെങ്കിൽ അറ്റൻഷണൽ സ്റ്റേജ് എന്ന് വേണമെങ്കിലും വിളിക്കാം. അതായത് കുട്ടി അവന് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന, സക്സസ്ഫുൾ ആയിട്ട് തോന്നുന്ന, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, പോപ്പുലർ ആയിട്ടുള്ള ഓരോ മോഡൽസിനെ സെലക്ട് ചെയ്യും. ഒന്നാവണം എന്നില്ല, ഒന്നിൽ കൂടുതലാവാം. ചിലപ്പോൾ അവനവിടെ അട്രാക്റ്റ് ആകുന്ന അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലിലായിരിക്കാം, ഹെയർ സ്റ്റൈലിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റിയിലായിരിക്കും, വ്യക്തിത്വം, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിലായിക്കോട്ടെ. അപ്പം അങ്ങനെ സ്വയമേ ഒരു മോഡലിനെ സെലക്ട് ചെയ്യുകയാണ് കുട്ടി അവിടെ ചെയ്യുന്നത്. ആ മോഡലിലോട്ട് അവൻ്റെ അറ്റൻഷൻ, അവൻ്റെ ശ്രദ്ധ പൂർണ്ണമായും പോവുകയാണ് ചെയ്യുന്നത്. അതാണ് അക്വിസിഷൻ സ്റ്റേജ് അല്ലെങ്കിൽ അറ്റൻഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. രണ്ട് പേരിലും ഇത് വേണം ചോദിക്കാം, അക്വിസിഷൻ സ്റ്റേജ് അല്ലെങ്കിൽ അറ്റൻഷണൽ സ്റ്റേജ് എന്ന് വേണമെങ്കിലും പറയാം. ഇത് ഫസ്റ്റ് ഫേസ് ആണ്, ഫസ്റ്റ് സ്റ്റേജ് ആണ് അക്വിസിഷൻ എന്ന് പറയുന്നത്. അടുത്തത് റീറ്റെൻഷൻ ഫേസ്. റീറ്റെൻഷൻ ഫേസ് എന്ന് പറയുന്നത് ഒരു അധ്യാപിക, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എന്താ, ടീച്ചർ ക്ലാസ് റൂമിൽ വളരെ അട്രാക്റ്റീവായിട്ട്, അതായത് കുട്ടികളെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ വേണം ടീച്ചറിൻ്റെ ഒരു അപ്പിയറൻസ് ഒരു ക്ലാസ് റൂമിൽ. പെർഫോമൻസും സംസാരവും ആക്ഷൻസും എല്ലാം കുട്ടികളുടെ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആയിരിക്കണം ഒരു ടീച്ചറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രദ്ധ പിടിച്ച് പറ്റിയതിന് ശേഷം നമ്മൾ കുട്ടികൾക്ക്, ടീച്ചറിൻ്റെ ഡ്യൂട്ടി എന്താ, കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളത്. അപ്പം ഇന്നേ ദിവസം അല്ലെങ്കിൽ ഓരോ ദിവസവും ക്ലാസ്സിൽ നമ്മൾ പെർഫോം ചെയ്യാൻ പോകുന്ന കാര്യത്തിൻ്റെ ഒരു മോഡൽ ഉണ്ടായിരിക്കില്ല. അതായത് കുട്ടി ഇന്നത് റിപ്പീറ്റ് ചെയ്യണം, ഇന്ന മോഡലിനനുസരിച്ച് വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു മോഡൽ അവിടെ പ്രസൻറ്റ് ചെയ്യുന്നു. അതാണ് റീറ്റെൻഷൻ ഫേസ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ഗെറ്റിംഗ് ദ അറ്റൻഷൻ ഓഫ് ദ സ്റ്റുഡൻസ് വി വിൽ പ്രസൻറ്റ് ദ മോഡൽ ബിഹേവിയർ ടു ബി ഇമിറ്റേറ്റഡ്. ഓക്കെ, അതോടൊപ്പം തന്നെ കുട്ടിക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള അവസരം കൊടുക്കുകയും ചെയ്യുന്നു. നമ്മൾ അറ്റൻഷൻ സീക്ക് ചെയ്ത് നമുക്ക് വേണ്ട മോഡൽ അവിടെ പ്രസൻറ്റ് ചെയ്ത് ഈ മോഡലിനനുസരിച്ച് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സമയം കൊടുക്കുന്നു. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചെറിയ ക്ലാസ്സിലൊക്കെ ടീച്ചർ എന്താ ചെയ്യുന്നത്, ആൽഫബറ്റ് ABCD നമ്മളെ പഠിപ്പിക്കുമ്പം, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുമ്പം ആ സമയത്ത് A എന്ന് പറയുന്ന അക്ഷരം ബോർഡിൽ എഴുതി കൊടുക്കും. ആ അക്ഷരം ആണ് നമ്മുടെ മോഡൽ. ആ മോഡലിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ കുട്ടികൾക്ക് അവസരം കൊടുക്കും. അവരുടെ 4 ലൈൻ ബുക്കിൽ അത് എഴുതാനായിട്ട് അവർക്ക് വേണ്ട മോഡൽ കൊടുത്തു, അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ട സമയം കൊടുത്തു. ഈ സ്റ്റേജാണ് റീറ്റെൻഷൻ ഫേസ് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റേജ് പെർഫോമൻസ് സ്റ്റേജ് അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറയും. അതായത് കുട്ടിക്ക് മുന്നിൽ നമ്മൾ അവൻ്റെ അറ്റൻഷൻ സീക്ക് ചെയ്തൊരു മോഡൽ പ്രസൻറ്റ് ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. ഇനി ആ പ്രാക്ടീസ് ചെയ്ത മോഡലിനെ അവന് സ്വയമേ ടീച്ചറിൻ്റെ സഹായമില്ലാതെ, ബോർഡിൽ അത് കാണാതെ സ്വയമേ അത് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, അത് വീണ്ടും പെർഫോം ചെയ്യാനായിട്ട് കുട്ടിക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന സ്റ്റേജാണ് ഈ പറഞ്ഞ പെർഫോമൻസ് സ്റ്റേജ് അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ സ്റ്റേജ്. അവൻ സ്വയമേ ഒരു കാര്യം ചെയ്യുന്നു ടീച്ചറിൻ്റെ സഹായം കൂടാതെ. അടുത്ത സ്റ്റേജ് കോൺസിക്വൻസ് സ്റ്റേജ് അല്ലെങ്കിൽ മോട്ടിവേഷൻ സ്റ്റേജ്. നമ്മൾ അവൻ്റെ അറ്റൻഷൻ സീക്ക് ചെയ്ത് മോഡൽ പ്രസൻറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ അവസരം കൊടുത്ത് സ്വയമേ അത് പെർഫോം ചെയ്യിപ്പിച്ചു. ഇനി പെർഫോം ചെയ്യുമ്പോൾ ചിലപ്പോൾ ശരിയായെന്ന് വരും, ചിലപ്പോൾ ശരിയായില്ല എന്ന് വരും. അപ്പം അതിൻ്റെ കോൺസിക്വൻസ്, തെറ്റിപ്പോയാൽ അത് തിരുത്തി കൊടുക്കുക, ശരിയായാൽ അതിനുള്ള റിവാർഡ് കൊടുക്കുക, മോട്ടിവേറ്റ് ചെയ്യുക. തെറ്റിപ്പോയാലും നിന്നെ കൊണ്ട് പറ്റും, ശരിയാക്കാം എന്ന രീതിയിലുള്ള മോട്ടിവേഷൻസ്. ശരിയായാൽ വെരി ഗുഡ് എന്നൊരു വാക്ക് മതി, അതും ഒരു മോട്ടിവേഷനാണ്. ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന 4 സ്റ്റേജസ്. സ്റ്റേജസും പ്രിൻസിപ്പിൾസും തമ്മിൽ മാറിപ്പോകല്ല. അക്വിസിഷൻ സ്റ്റേജ് അല്ലെങ്കിൽ അറ്റൻഷൻ സ്റ്റേജ്, റീറ്റെൻഷൻ സ്റ്റേജ്. അടുത്തെന്ന് പറയുന്നത് പെർഫോമൻസ് സ്റ്റേജ് അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ സ്റ്റേജ്. ലാസ്റ്റ് സ്റ്റേജാണ് കോൺസിക്വൻസ് സ്റ്റേജ് അല്ലെങ്കിൽ മോട്ടിവേഷൻ സ്റ്റേജ്. ഏത് പേരിൽ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ റെഡി ആയിരിക്കണം. പ്രിൻസിപ്പിൾസ് ഡയറക്റ്റ്, വിക്കേരിയസ്, സെൽഫ് അഡ്മിനിസ്ട്രേർഡ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, തിയറി സോഷ്യൽ ലേണിംഗ് തിയറിയാണ്. ബന്ദൂരയും വാൾട്ടറുമാണ്. അവരുടെ ബുക്കിൻ്റെ പേര് സോഷ്യൽ ലേണിംഗ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. ബന്ദൂര ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒബ്സർവേഷണൽ ലേണിംഗ് ആണ്. അതായത് ടീച്ചറിൻ്റെ ബിഹേവിയേഴ്സ് കുട്ടികൾ ഇമിറ്റേറ്റ് ചെയ്യും. ഓക്കെ,
ഇനി രണ്ടാമത്തെ തിയറി എന്ന് പറയുന്നത് വൈഗോട്സ്കിയുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? വൈഗോട്സ്കിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇസഡ് പി ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് ഇസഡ് പി ഡി ആരുമായി റിലേറ്റ് ചെയ്തതാണ്, അല്ലെങ്കിൽ ഏത് തിയറിയുമായി റിലേറ്റ് ചെയ്തതാണ്? ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. വൈഗോട്സ്കിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന തിയറിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ഇവിടെയും നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഏതാ? സോഷ്യൽ ലേണിംഗ് തിയറി, ബന്ദൂരയുടെയും വാൾട്ടറിൻ്റെയും സ്റ്റേജസിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. എന്ന് പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിലും ലെവൽസ് ഓഫ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻ്റ് ഉണ്ട്. ലേണിങ്ങിനും ഡെവലപ്മെൻറ്റിനും കുറച്ച് ലെവലുകളുണ്ട്. ആ ലെവൽ ഏതാണെന്ന് നമുക്ക് നോക്കാം. മറ്റേത് സ്റ്റേജസ് ആയിരുന്നു, ഇത് ഓരോ ലെവലുകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത് ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെൻറ്റ്. എന്താണ് ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെൻറ്റ്? ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് എബിലിറ്റി ലെവലാണ്. ആ വാക്കിൽ ഇതറിയപ്പെടും. ആക്ച്വൽ ഡെവലപ്മെൻറ്റിന് മറ്റൊരു പേര് കറണ്ട് എബിലിറ്റി ലെവലാണ്. അതായത് കുട്ടിക്ക് സ്വയമേ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന അവൻ്റെ നിലവിലുള്ള കൊഗ്നിറ്റീവ് ലെവൽ, ബുദ്ധിപരമായിട്ടുള്ള നിലവിലുള്ള അവസ്ഥ. ആരുടെയും സഹായം കൂടാതെ ഒരു പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യാനായിട്ട്, പ്രോബ്ലം എന്ന് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം മാത്രമല്ല, എന്തെങ്കിലും ഒരു സാഹചര്യം ആയിക്കോട്ടെ, അതിനെ നേരിടാൻ മറ്റൊരാളുടെ സഹായമില്ലാതെ ഓരോ കുട്ടിക്കും സാധിക്കും. അത് വ്യത്യസ്തമായിരിക്കും. ഒരാൾ നേരിടുന്ന പോലെ ആയിരിക്കണം എന്നില്ല മറ്റൊരാളൊരു കാര്യത്തെ നേരിടുന്നത്. അപ്പം ഓരോ കുട്ടിയുടെയും ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ കറണ്ട് എബിലിറ്റി ലെവൽ, മറ്റൊരാളുടെ സഹായമില്ലാതെ കുട്ടിക്ക് സ്വയമേ ഒരു പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യാനായിട്ടുള്ള അവൻ്റെ കൊഗ്നിറ്റീവ് ലെവലിനെയാണ് നമ്മൾ ഈ ആക്ച്വൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ കറണ്ട് എബിലിറ്റി ലെവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ. ആ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടിയുടെ കൊഗ്നിറ്റീവ് ലെവൽ, അവൻ്റെ ഒപ്പം അവനെ കഴിഞ്ഞും മുതിർന്ന അല്ലെങ്കിൽ അവനെ കഴിഞ്ഞും എഫിഷ്യൻ്റ് ആയിട്ടുള്ള മറ്റൊരാളുടെ സഹായത്തോടു കൂടി കാര്യങ്ങൾ സോൾവ് ചെയ്യുക. പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ ഈസ് ദ കൊഗ്നിറ്റീവ് ലെവൽ ഓഫ് ദ ഇൻഡിവിജ്വൽ വെയർ ഹി ക്യാൻ സോൾവ് സർട്ടൻ പ്രോബ്ലംസ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് അതേഴ്സ്. മറ്റൊരാളുടെ സഹായത്തോടു കൂടി അവന് കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലുണ്ട്. ആ ലെവലിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ് ലെവൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ എന്ന് പറയുന്നത്. തന്നെ ചെയ്യാനായിട്ടുള്ള ആ ഒരു കൊഗ്നിറ്റീവ് ലെവൽ ആക്ച്വൽ, മറ്റൊരാളുടെ സഹായത്തോടു കൂടി ചെയ്യാനായിട്ടുള്ള ലെവൽ പൊട്ടൻഷ്യൽ. ഓക്കെ ആണോ? ഇനിയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, ZPD. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ആക്ച്വൽ ഡെവലപ്മെൻറ്റ് ലെവലും പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ് ലെവലും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് വൈഗോട്സ്കി ആണ് എന്ന് ഓർത്ത് വയ്ക്കുക. കുട്ടിയിൽ ലേണിംഗ് നടക്കുന്നത് അവൻ്റെ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റിൽ വർക്ക് ചെയ്യുമ്പോഴാണ്. അവൻ്റെ കറണ്ട് എബിലിറ്റി ലെവലിലോ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലിലോ മാത്രം നിന്നാൽ പറ്റില്ല. അവൻ്റെ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് ലെവലിൽ വെച്ച് മാത്രമാണ് ലേണിംഗ് നടക്കുന്നത്. ക്വസ്റ്റ്യൻ ചോദിക്കാം, ലേണിംഗ് ടേക്സ് പ്ലേസ് അറ്റ് വിച്ച് ലെവൽ? കറണ്ട് എബിലിറ്റി ലെവൽ അല്ലെങ്കിൽ ആക്ച്വൽ ഡെവലപ്മെൻറ്റ് ലെവൽ? ഓപ്ഷൻ അടുത്തത് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ് ലെവൽ അല്ലെങ്കിൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് വന്നാൽ കുട്ടി ലേൺ ചെയ്യുന്നത് ഏത് ലെവലിൽ നിന്നാണ്? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റിൽ നിന്നുകൊണ്ടാണ് എന്ന് ഉറപ്പിക്കുക. ഓക്കെ ആണോ? ഇനി അടുത്തത് എന്താണ് സ്കാഫോൾഡിങ്? സ്കാഫോൾഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇതും ക്വസ്റ്റ്യൻ വരുന്ന ഒരു റീജിയനാണ്. ZPDയും സ്കാഫോൾഡിങ്ങും വൈഗോട്സ്കി സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം KTETനും CTETനും എല്ലാം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു റീജിയനാണത്. സ്കാഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ കുട്ടി അവനെ കഴിഞ്ഞ് മുതിർന്ന കൂടുതൽ കഴിവുകളുള്ള മുതിർന്ന ആൾക്കാരിൽ നിന്നും അതുപോലെ തന്നെ കൾച്ചറിൽ നിന്നും, മുതിർന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് ആവാം, പേരൻസ് ആവാം, മറ്റ് എൽഡേഴ്സ് ആരെങ്കിലും ആയിക്കോട്ടെ, അതുപോലെ തന്നെ അവൻ്റെ കൾച്ചർ, ഇതിൻ്റെ എല്ലാം സഹായത്തോടു കൂടി അവൻ്റെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് നടക്കുന്നതിനെയാണ് നമ്മൾ സ്കാഫോൾഡിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ദ സപ്പോർട്ട് ഗിവൺ ബൈ ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ZPD. ആ ZPDയുടെ ഡെവലപ്മെൻറ്റ്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, അതെന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റിൽ നിന്നാൽ മാത്രമേ കുട്ടിക്ക്
പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ആ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു വികാസത്തിന് വേണ്ടിയിട്ട് കുട്ടീനെ പ്രാപ്തനാക്കാൻ സൊസൈറ്റിയും അതുപോലെ തന്നെ കൾച്ചറും നൽകുന്ന ആ ഒരു സപ്പോർട്ടിനെ നമുക്ക് സ്കാഫോൾഡിംഗ് എന്ന് വിളിക്കാം. ഓക്കെ ആണോ? ഇനി അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. അത്യാവശ്യം നമ്മുടെ തിയറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. സോഷ്യൽ ലേണിംഗ് തിയറി ആൽബർട്ട് ബന്ദൂര, അതുപോലെ തന്നെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം വൈഗോട്സ്കി, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മളിപ്പോൾ പഠിച്ച ലേണിംഗ് തിയറീസ്, ബിഹേവിയറിസ്റ്റ് തിയറിയും കൊഗ്നിറ്റീവ് തിയറിയും സോഷ്യൽ തിയറി, ഈ 3 തിയറീസും ഒക്കെ ആയിട്ട് കോമൺ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് അഡീഷണൽ പോയിൻറ്റ്സ് ആണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് റെഡ്യൂസ് സ്ട്രെസ് ഓഫ് എക്സാമിനേഷൻ എന്ന ആശയം കൊണ്ടുവന്നതാര്? ബ്ലൂം. എക്സാമിൻ്റെ ആ ഒരു സ്ട്രെസ്സ്, ആ ഒരു കുട്ടികളുടെ മേൽ ഏൽപ്പിക്കുന്ന ആ ഒരു സ്ട്രെസ്, ആ ഒരു ആഘാതം കുറയ്ക്കുക എന്ന ആശയം കൊണ്ടുവന്നത് ബ്ലൂം എന്ന് പറയുന്ന തിയറിസ്റ്റാണ്. അതിനുവേണ്ടി അദ്ദേഹം സജസ്റ്റ് ചെയ്ത ചില സ്റ്റെപ്സ് ആണ്: ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻസ് നടത്താം, അതുപോലെ തന്നെ ഇൻറ്റൻസീവ് ട്യൂട്ടോറിയൽ സെക്ഷൻസ്, കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള നല്ല നല്ല ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക, അപ്പോൾ തന്നെ അവർക്ക് എക്സാമിൻ്റെ ആ ഒരു സ്ട്രെസ്സ് കുറഞ്ഞിരിക്കും. പിന്നെ സ്റ്റഡി ഗൈഡുകൾ പ്രൊവൈഡ് ചെയ്യുക, ഹോം എക്സസൈസസ്, അതായത് ഹോം വർക്കുകളൊക്കെ കൊടുത്ത് എക്സാമിന് വരുന്ന രീതിയിലുള്ള പാറ്റേൺസിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ അവരെ കൊണ്ട് കൂടുതൽ വർക്കൗട്ട് ചെയ്യിപ്പിച്ച് അവർക്ക് ആവശ്യമുള്ള പ്രോപ്പർ സ്റ്റഡി ഗൈഡ്സ് പ്രൊവൈഡ് ചെയ്ത് നല്ല ട്യൂട്ടോറിയൽസ് കൊടുത്ത്, അല്ലെങ്കിൽ അതുപോലെ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻസ് അവരുടെ ആശയങ്ങളും കൂടി ഉൾപ്പെടുത്തി എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള എക്സാമിനേഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് വഴി എക്സാമിനേഷൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റുമെന്ന് ആര് പറഞ്ഞു? ബ്ലൂം പറഞ്ഞു. അടുത്തത് കെല്ലർ പ്ലാൻ. കെല്ലർ പ്ലാൻ എന്ന് പറയുന്നത് സ്കിന്നറിൻ്റെ ഒപ്പറൻ്റ് കണ്ടീഷനിങ്ങിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, കെല്ലർ പ്ലാൻ എന്ന് പറയുന്നത് സ്കിന്നറിൻ്റെ ഒപ്പറൻ്റ് കണ്ടീഷനിങ്ങിൻ്റെ ആപ്ലിക്കേഷനാണ്. ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, നോട്ട് ചെയ്തോളുക. നമ്മൾ ഫീഡ്ബാക്കും മോട്ടിവേഷനും അന്നേരം തന്നെ കൊടുക്കുന്നു. ഓക്കെ, കെല്ലർ പ്ലാനിൽ സംഭവിക്കുന്നത് ഓരോ ടോപ്പിക്കുകളും കുട്ടിക്ക് സെപ്പറേറ്റ് യൂണിറ്റുകളായിട്ട് പ്രൊവൈഡ് ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ അതോടൊപ്പം അസൈൻ ചെയ്യുന്നു. മിസ്റ്റേക്സ് പറ്റിയാൽ അതിനാവശ്യമായിട്ടുള്ള ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. കറക്റ്റായിട്ട് പെർഫോം ചെയ്താൽ ആവശ്യമുള്ള മോട്ടിവേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ആ രീതിയിലുള്ളൊരു പ്ലാനാണ് കെല്ലർ പ്ലാൻ. കുട്ടി വളരെ കംഫർട്ടായിട്ടാണ് ഇവിടെ പഠിക്കുന്നത്. അവൻ്റെ പോർഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സ്വയമേ ആ മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റ് എടുക്കുന്നു, അതിൻ്റെ ഫീഡ്ബാക്കും അതിൻ്റെ മോട്ടിവേഷനൊക്കെ റിസീവ് ചെയ്യുന്നു. അത്തരത്തിലുള്ളൊരു പ്ലാനാണ് കെല്ലർ പ്ലാന്. ഇത് സ്കിന്നറിൻ്റെ ഒപ്പറൻ്റ് കണ്ടീഷനിങ്ങിൻ്റെ ആപ്ലിക്കേഷനാണ്. അടുത്തത് ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ക്രൗഡറാണ്. എന്താണ് ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ്? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. നമ്മളൊരു ക്വസ്റ്റ്യന് തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കുട്ടിക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ, ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അവൻ സെലക്ട് ചെയ്ത ഓപ്ഷൻ കറക്റ്റ് ആണെങ്കിൽ അവനുടനെ നെക്സ്റ്റ് ഫേസിലോട്ട്, അടുത്ത സ്റ്റെപ്പിലോട്ട് കടക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഫോളോ ചെയ്യാം. ഇപ്പോൾ അവൻ സെലക്ട് ചെയ്ത ആൻസർ തെറ്റാണെങ്കിൽ അവൻ എന്ത് തെറ്റാണ് പറ്റിയത്, എത്തരത്തിലായിരുന്നു ഓപ്ഷൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഓരോ ഓപ്ഷനും എന്താണ് ഉദ്ദേശിച്ചിരുന്നത് എന്നിങ്ങനെയുള്ള ആ ക്വസ്റ്റ്യൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ഐഡിയ ഒക്കെ കൊടുത്ത് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് അവൻ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കടത്തിവിടുക. ഫീഡ്ബാക്ക് കൊടുക്കുക. മറ്റേതാണെങ്കിൽ ഒരു മോട്ടിവേഷൻ എന്ന രീതിയിൽ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പെട്ടെന്ന് ജമ്പ് ചെയ്യുക. ആ രീതിയിൽ തെറ്റുപറ്റിയാൽ തിരുത്തുക, അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിലോട്ട് വിടുക. ഈ രീതിയിലുള്ള ഒരു പാറ്റേൺ അല്ലായിരുന്നു ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ്. ഈ ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്താരാണ്? അതായിരിക്കും നമ്മളോട് ചോദിക്കുക. ക്രൗഡറാണ്. ഇനി ലേണിംഗ് ബൈ കണ്ടിന്യൂറ്റി, അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? ഗുത്രിയാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ലേണിംഗ് ബൈ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് റിയാക്ഷൻ, അതാണ് ഈ ടൈപ്പ് ഓഫ് ലേണിങ്ങിൽ നടക്കുന്നത്. ഒരു സാഹചര്യത്തിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന്, ഫോർ എക്സാമ്പിൾ ഇപ്പം ടീച്ചർ കുട്ടികൾ വളരെ ബഹളം വയ്ക്കുമ്പോൾ ടീച്ചർ കീപ് ക്വയറ്റ് ഇൻ ദ ക്ലാസ് റൂം എന്ന സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ കുട്ടികളുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് സൈലൻസ് ആയിട്ടിരിക്കുക. ഇനി സിമിലർ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ വീണ്ടും അതേ രീതിയിൽ റെസ്പോണ്ട് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് സാധിക്കുന്നു. ഇത്തരത്തിൽ, ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. ഇത്തരത്തിലുള്ള ഒരു ലേണിംഗ് പാറ്റേൺ ആണ് ലേണിംഗ് ബൈ കണ്ടിന്യൂറ്റി. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഗുത്രിയാണ്. ആ പാറ്റേൺ എന്നതിനേക്കാൾ ഉപരി ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ് എന്ന രീതിയിൽ നമ്മൾ പഠിച്ചാൽ മതി. അടുത്തെന്ന് പറയുന്നത് ഡ്രൈവ് റിഡക്ഷൻ തിയറി. ക്ലാർക്ക് ഹോൾ ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഡ്രൈവ് റിഡക്ഷൻ തിയറി, അതായത് നമുക്കൊരു ആവശ്യബോധമുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ.
ഇപ്പം വിശക്കുമ്പോൾ നമ്മൾ ആഹാരം കഴിക്കുന്നു, ദാഹിക്കുന്നു, വെള്ളം കുടിക്കുന്നു. അതായത് നമുക്കൊരു ആവശ്യം വന്നു, സോ നമ്മൾ അതിനുള്ള റെമഡി ചെയ്തു. ആ ഒരു നെഗറ്റീവ് എഫക്റ്റ് അവിടെ പോയി. സോ ഒരു ആവശ്യം, ഡ്രൈവ്, ഒരു മോട്ടിവേഷൻ, ഒരു ഗോള് സെറ്റ് ചെയ്തു, അത് നേടിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം, ആ രീതിയിലുള്ള ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ് ഡ്രൈവ് റിഡക്ഷൻ തിയറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ക്ലാർക്ക് ഹാളാണ്. ഇതെല്ലാം അഡീഷണൽ പോയിൻറ്റ്സ് ആണ്, ചോദിച്ചാൽ ആൻസർ ചെയ്യാൻ റെഡി ആയിരിക്കണം എന്ന രീതിയിൽ. നമ്മുടെ സിലബസിൽ കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ ലേണിംഗ് തിയറിയിൽ വൈഗോട്സ്കിയും അതുപോലെ തന്നെ ആൽബർട്ട് ബന്ദൂരയുടെയും തിയറീസ് ആണ്. എന്നാലും ഇത് നമ്മളുടെ മനസ്സിൽ വേണം. ബ്രാഞ്ച് പ്രോഗ്രാമിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്രൗഡറാണ്. കെല്ലർ പ്ലാൻ എന്ന് പറയുന്ന സ്കിന്നറിൻ്റെ ഒപ്പറൻറ്റ് കണ്ടീഷനിങ്ങിൻ്റെ ആപ്ലിക്കേഷനാണ്. ഗുത്രിയാണ് ലേണിംഗ് ബൈ കണ്ടിഗ്യൂറ്റി തന്നിരിക്കുന്നത്, അതായത് ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് ടൈപ്പ് ഓഫ് ലേണിംഗ്. പിന്നെ ക്ലാർക്ക് ഹോളാണ് ഡ്രൈവ് റിഡക്ഷൻ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ റീഇൻഫോഴ്സ്മെൻറ്റ് തിയറിയുടെ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ലേണിംഗ് തിയറീസിനെ കുറിച്ച്. ആ ലേണിംഗ് തിയറീനെ നമുക്ക് പ്രധാനമായിട്ടും അസോസിയേഷൻ തിയറി എന്നും ഫീൽഡ് തിയറി എന്നും രണ്ടായിട്ട് തിരിക്കാം. ഈ അസോസിയേഷൻ തിയറി, അതായത് ലേണിംഗ് തിയറീസിൽ പെടുന്ന ഏതൊക്കെയാണ്? ബിഹേവിയറിസ്റ്റ് തിയറി, കോഗ്നിറ്റീവ് തിയറി, സോഷ്യൽ തിയറി. ഇതിൽ തന്നെ നമ്മൾ കണ്ടു എന്താ, പെർസെപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട തിയറീസും ഉണ്ടായിരുന്നു, സ്റ്റിമുലസ് റെസ്പോൺസുമായിട്ട് ബന്ധപ്പെട്ട തിയറീസും ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റിമുലസ് റെസ്പോൺസുമായിട്ട് ബന്ധപ്പെട്ട ആ തിയറീസിനെ കോമൺ ആയിട്ട് നമുക്ക് അസോസിയേഷൻ തിയറി എന്നും, പെർസെപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന തിയറീനെ നമുക്ക് ഫീൽഡ് തിയറി എന്നും തിരിക്കാം. ലേണിംഗ് തിയറിയുടെ മെയിനായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബിഹേവിയറിസ്റ്റ് തിയറിയും കോഗ്നിറ്റീവ് തിയറിയും സോഷ്യൽ തിയറിയും തന്നെയാണ്. എന്നാൽ ഈ രീതിയിലൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ അസോസിയേഷൻ തിയറി, ഫീൽഡ് തിയറി എന്ന് പറയുന്നതും ലേണിംഗ് തിയറി തന്നെയാണ്. അസോസിയേഷൻ തിയറിയുടെ അകത്ത് സ്റ്റിമുലസ് റെസ്പോൺസ് കാര്യങ്ങൾ ഉൾപ്പെടുന്നു. നമ്മുടെ ഫീൽഡ് തിയറിയുടെ അകത്ത് പെർസെപ്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുന്നു എന്ന് മനസ്സിൽ സൂക്ഷിക്കാം. ഇനി ഹെർബേഷ്യൻ സ്റ്റെപ്സ് ഇൻ ലേണിംഗ്. ഈ ഹെർബേഷ്യൻ സ്റ്റെപ്സ് ഇൻ ലേണിംഗ് എന്ന് പറയുന്നതിനെ നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ സിദ്ധാന്തത്തിൻ്റെ ഔട്ട്ലൈൻ എന്നുകൂടി വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. ഹെർബേഷ്യൻ സ്റ്റെപ്സ് ഇൻ ലേണിംഗ് ഈസ് ദ ഔട്ട്ലൈൻ ഓഫ് ദ എഡ്യൂക്കേഷണൽ ഡോക്ട്രൈൻ. നമ്മുടെ വിദ്യാഭ്യാസ സിദ്ധാന്തത്തിൻ്റെ രൂപരേഖ തന്നെയാണിത്. ഓക്കെ, ഹെർബർട്ട് എന്ന ആ ഒരു സൈക്കോളജിസ്റ്റ് സജസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്, അതായത് എഫക്റ്റീവായിട്ടുള്ള ടീച്ചിങ്ങിനും എഫക്റ്റീവായിട്ടുള്ള ലേണിങ്ങിനും, വളരെ ഫലപ്രദമായിട്ടുള്ള ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന് ആവശ്യമെന്ന രീതിയിൽ ഹെർബർട്ട് എന്ന സൈക്കോളജിസ്റ്റ് സജസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റെപ്പുകളാണ് ആ ഗ്രീൻ ഇങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്. ഏതാ? ക്ലിയർനെസ് ഉണ്ടായിരിക്കണം, അസോസിയേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റണം, കറക്റ്റായിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ടായിരിക്കണം, അതിന് കറക്റ്റായിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ടായിരിക്കണം. ക്ലിയർനെസ്സും അസോസിയേഷൻ, സിസ്റ്റം ആൻഡ് മെത്തേഡ്, ഇത് ഹെർബർട്ട് സജസ്റ്റ് ചെയ്തതാണ്. ഇതിനെയാണ് നമ്മൾ ഔട്ട്ലൈൻ ഓഫ് എഡ്യൂക്കേഷണൽ ഡോക്ട്രൈൻ, വിദ്യാഭ്യാസ സിദ്ധാന്തത്തിൻ്റെ രൂപരേഖ എന്ന പേരിൽ വിളിക്കുന്നത്. ഏതൊക്കെയാണ്? ക്ലിയർനെസ്, അസോസിയേഷൻ, സിസ്റ്റം ആൻഡ് മെത്തേഡ്. ഇനി ഈ 4 സ്റ്റെപ്പുകളെ അമേരിക്കൻ ഹെർബേഷ്യൻസ് എന്ത് ചെയ്തു? കുറച്ചുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ടുള്ളൊരു ഫോമിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്ത് തന്നു. ഈ പുതുതായിട്ട് വന്നിരിക്കുന്ന ഈ സ്റ്റെപ്പുകളാണ് നമ്മളിപ്പോൾ ലെസൺ പ്ലാൻ ഒക്കെ എഴുതുമ്പോൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്, അല്ലേ? എന്താ? പ്രസൻറ്റേഷൻ, കമ്പാരിസൺ, അബ്സ്ട്രാക്ഷൻ, ജനറലൈസേഷൻ, ആപ്ലിക്കേഷൻ, ഇത്രയും കാര്യങ്ങൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? സ്ക്രീൻ ഞാൻ ഇടയ്ക്കൊന്ന് വിട്ടുപോയി. സ്ക്രീൻ ക്ലിയർ ആക്കുന്ന കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഔട്ട്ലൈൻസ് ഓഫ് എഡ്യൂക്കേഷണൽ ഡോക്ട്രൈൻ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് നമ്മുടെ ഹെർബേഷ്യൻ സ്റ്റെപ്സ് ഇൻ ലേണിംഗ് അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു. ക്ലിയർനെസ്, അസോസിയേഷൻ, സിസ്റ്റം, മെത്തേഡ്, പ്രിപ്പറേഷൻ. പിന്നെ അമേരിക്കൻ ഹെർബേഷ്യൻസ് അതിനെ കുറച്ചുകൂടെ ഒന്ന് വിപുലീകരിച്ച് പ്രസൻറ്റേഷൻ, കമ്പാരിസൺ, അബ്സ്ട്രാക്ഷൻ, ജനറലൈസേഷൻ, ആപ്ലിക്കേഷൻ എന്ന രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. പ്രസൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം പ്രസൻറ്റ് ചെയ്യുന്നു. കമ്പാരിസൺ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് അതുമായിട്ട് അവൻ ഓൾറെഡി പഠിച്ച കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് കമ്പയർ ചെയ്ത് കൊടുക്കുന്നു. അബ്സ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ വളരെ അബ്സ്ട്രാക്റ്റായിട്ട് പെക്യുലറായിട്ട് കാര്യങ്ങൾ നമ്മൾ അവിടെ പ്രസൻറ്റ് ചെയ്യുന്നു. പിന്നെ ജനറലൈസേഷൻ, ഇതിൻ്റെ കോമൺ ആയിട്ടുള്ളൊരു കാര്യം, ഒരു ജനറലൈസ്ഡ് ഐഡിയ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ആപ്ലിക്കേഷൻസ്, ഇത് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫായിട്ട്
റിലേറ്റ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ലെസൺ പ്ലാനൊക്കെ ഓൾറെഡി പ്രിപ്പയർ ചെയ്തവർക്ക് അറിയാമല്ലോ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന്. എനിവേ ഈ സ്റ്റെപ്പുകൾ മറക്കാതെ ഓർത്ത് വെക്കുക. ഔട്ട്ലൈൻസ് ഓഫ് എഡ്യൂക്കേഷണൽ ഡോക്ട്രൈൻ എന്ന് ചോദിച്ചാൽ ക്ലിയർനെസ് അസോസിയേഷൻ സിസ്റ്റം മെത്തേഡ് പ്രിപ്പറേഷൻ 5 സ്റ്റെപ്പുകളാണുള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞപ്പോൾ ഒരെണ്ണം വിട്ടുപോയിരുന്നു എന്ന് തോന്നുന്നു, സോറി. ഇനി പ്രസൻറ്റേഷൻ, കമ്പാരിസൺ, അബ്സ്ട്രാക്ഷൻ, ജനറലൈസേഷൻ, ആപ്ലിക്കേഷൻ എന്നത് എന്താണ്? സോറി ക്ലിയർനെസ് അസോസിയേഷൻ സിസ്റ്റം മെത്തേഡ് എന്നത് ഔട്ട്ലൈൻസ് ഓഫ് എഡ്യൂക്കേഷണൽ ഡോക്ട്രൈന്. അതിനുശേഷം അമേരിക്കൻ ഹെർബേഷ്യൻസ് അതിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന, അതിനെ എക്സ്പാൻഡ് ചെയ്തപ്പോഴാണ് ഈ പറഞ്ഞ പ്രിപ്പറേഷൻ, പ്രസൻറ്റേഷൻ, കമ്പാരിസൺ, അബ്സ്ട്രാക്ഷൻ, ജനറലൈസേഷൻ, ആപ്ലിക്കേഷൻ എന്ന സ്റ്റെപ്പുകളിലോട്ട് വന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് പ്രിപ്പറേഷൻ, അവിടെ ഞാൻ മാർക്ക് ചെയ്തതിൻ്റെ മിസ്റ്റേക്കാണ് സംഭവിച്ചത്, ഐ എം റിയലി സോറി. ഒന്നാമത് പ്രിപ്പറേഷൻ, കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു. രണ്ടാമത് പ്രസൻറ്റ് ചെയ്യുന്നു. പിന്നെ അതിനെ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ കമ്പയർ ചെയ്ത് അവതരിപ്പിക്കുന്നു. പിന്നെ കുട്ടികൾ അതിന് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്യുന്നു. ജനറലൈസ് ആയിട്ടുള്ള ഐഡിയാസ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ അവരുടെ റിയൽ ലൈഫായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്, പ്രാക്ടിക്കൽ ലൈഫായിട്ട് ലിങ്ക് ചെയ്ത് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ മാത്രമല്ലേ കുട്ടികൾക്കത് കൂടുതൽ ബെനിഫിഷ്യൽ ആവത്തുള്ളൂ. ആ രീതിയിൽ അവതരിപ്പിക്കുന്നു. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഔട്ട്ലൈൻസ് ഓഫ് എഡ്യൂക്കേഷണൽ ഡോക്ട്രൈൻ എന്ന് പറയുമ്പോൾ ക്ലിയർനെസ്സും അസോസിയേഷനും സിസ്റ്റവും മെത്തേഡും മാത്രമേ ഉള്ളൂ. ആ 5 എന്ന് കൊടുത്തിരിക്കുന്ന പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഹെർബേഷ്യൻസ്, അമേരിക്കൻ ഹെർബേഷ്യൻസ് ഈ ഔട്ട്ലൈൻസ് ഓഫ് എഡ്യൂക്കേഷണൽ ഡോക്ട്രൈനെ, അതായത് ആ ഗ്രീനിൽ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ 4 സ്റ്റെപ്സിനെ എക്സ്പാൻഡ് ചെയ്ത ഫോമാണ് പ്രിപ്പറേഷൻ തൊട്ട് ആപ്ലിക്കേഷൻ വരെ ഉള്ളത്. മാറിപ്പോവരുത്. ഓക്കെ അല്ലേ? സോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ചലഞ്ച് തന്നിട്ടുണ്ടായിരുന്നു. 5 ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസുള്ള ആൻസേഴ്സ് ഇന്നലത്തെ ക്ലാസ്സിൽ തന്നെ ഓൾറെഡി പ്രിപ്പയർ ആയിട്ടിരുന്നവർ ഉറപ്പായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആൻസർ ചെയ്തിരിക്കുന്ന ആ ആൻസേഴ്സൊക്കെ നമ്മുടെ കറക്റ്റാണോ, എന്തെങ്കിലും കറക്ഷൻസ് വരുത്തണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ക്ലാസ് കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എങ്കിലും ആ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്നുകൂടെ നോക്കാം. ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ, ക്രൗഡറാണ്. ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ് എന്താണെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആരുടേതാണ്? വൈഗോട്സ്കിയുടേതാണ്. വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ നമ്മളൊരു കാര്യം പഠിക്കുന്നത് എങ്ങനെയാണ്? സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെയാണ്. നമ്മുടെ സൊസൈറ്റിയായിട്ടും നമ്മുടെ കൾച്ചറുമായിട്ടും ഉള്ള ആ ഒരു ഇൻട്രാക്ഷനിലൂടെയാണ് കുട്ടികൾ കാര്യങ്ങൾ പഠിക്കുന്നതെന്ന് ആര് പറയുന്നു? വൈഗോട്സ്കി പറയുന്നു. അദ്ദേഹത്തിൻ്റെ തിയറിയുടെ പേര് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്നാണ്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് സോഷ്യൽ ലേണിംഗ് തിയറിയുടെ പ്രിൻസിപ്പിൾ ഏതാണ്? നമ്മൾ പഠിച്ചായിരുന്നു. ഡയറക്റ്റ്, വിഗറസ്, സെൽഫ് അഡ്മിനിസ്ട്രേഡ്, റീഇൻഫോഴ്സ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് പ്രിൻസിപ്പിളിന്. ഓപ്ഷനിൽ ഏതേ ഉള്ളൂ? വിഗറസ്, റീഇൻഫോഴ്സ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് തന്നെയല്ലേ നമ്മുടെ ഓപ്ഷൻ. പിന്നെ ഇസഡ് പി ഡി എന്ന് പറഞ്ഞാൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻ്റ് ആണ്. ഇത് വൈഗോട്സ്കിയുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിലാണ് നമ്മൾ കണ്ടത്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കറണ്ട് എബിലിറ്റി ലെവലും പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഈ പ്രോക്സിമൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവീണ്യം നേടാനായിട്ട് മുതിർന്ന ആൾക്കാർ, അതായത് അധ്യാപകരും നമ്മുടെ സൊസൈറ്റിയും എല്ലാം കൂടെ ശ്രമിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്കാഫോൾഡിംഗ് എന്ന് വിളിക്കുന്നത്. ഇസഡ് പി ഡിയിലാണ് കുട്ടിയിൽ നല്ല രീതിയിൽ ലേണിംഗ് നടക്കുന്നതെന്ന് ആര് പറയുന്നു? വൈഗോട്സ്കി പറയുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും വളരെ ബെനിഫിഷ്യലായെന്ന് കരുതുന്നു. ലെക്ചർ നോട്ടുകൾ പ്രിപ്പയർ ചെയ്ത് തന്നെ പോകണം. ക്ലാസ്സിൽ ഈ നോട്ട് ചെയ്തിരിക്കുന്നതിൽ കൂടുതൽ അഡീഷണൽ പോയിൻറ്റ്സ് പറഞ്ഞു പോകുന്നുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ അതിൽ നിന്നായിരിക്കാം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ആൻസർ ചെയ്യാനായിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഈ ക്ലാസ്സുകൾ കേൾക്കുന്നത് കൂടാതെ അഡീഷണലായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ കൂടുതൽ വർക്കൗട്ട് ചെയ്യണം. ഈ ക്ലാസ്സുകൾ കേൾക്കുക, അതോടൊപ്പം തന്നെ അഡീഷണലായിട്ട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. നമ്മൾ എത്രമാത്രം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു, നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രാക്ടീസ്, ഡ്രിൽ, ആ സംഭവം തന്നെ. നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ജസ്റ്റ് ക്ലാസ് കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇപ്പോൾ തന്നിരിക്കുന്ന ചലഞ്ചസ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് പോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. ആ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്ത് നോക്കുക. അറ്റ്ലീസ്റ്റ് ഡെയിലി ഓരോ ടോപ്പിക്ക് തരുന്നുണ്ടല്ലോ, ആ ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്കിലും കൂടുതൽ ചെയ്തു പോകാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ.
അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.